ഹായ് ഫ്രണ്ട്സ്, കേരള PSCയുടെ ഡയറ്റീഷ്യൻ ഗ്രേഡ് 2 ഹെൽത്ത് സർവീസിലോട്ടുള്ള എക്സാം ഈ മാസം ഫെബ്രുവരി 11-ാം തീയതിയാണ് നടക്കുന്നത്. ഇതിന് മുന്നേ ഈ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് 2017 15/11/2017 നടന്നിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് GK പോർഷൻസും കൂടി ഇതിൻ്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റാണ്. 133/2017 ആയിരുന്നു ബുക്ക്ലെറ്റിൻ്റെ കോഡ്, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോർഷൻസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ GK പോർഷൻ എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ നമുക്ക് GK പോർഷൻസ് പറഞ്ഞിട്ടില്ല സിലബസിൽ. അതിന് പകരം പറഞ്ഞിരിക്കുന്നത് ബയോ കെമിസ്ട്രി, സുവോളജി, പിന്നെ ഹോം സയൻസ്. അത് തന്നെ 20 ബാക്കി 60 അങ്ങനെയാണ് മാർക്ക് ഡിവിഷൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഇതിൻ്റെ ഒരു ഫൈനൽ ആൻസർ കീ പ്രകാരം കേരള PSC നൽകിയിട്ടുള്ള ആൻസേഴ്സും എന്താണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഇപ്പോൾ നിലവിലുള്ള സബ്ജക്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 21ാമത്തെ ക്വസ്റ്റ്യനാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗ്ലൂക്കോസ് എന്ത് ടൈപ്പ് ഓഫ് ഷുഗർ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ D ആണ്, ഹെക്സോസ് ഷുഗർ. 22 വിച്ച് ഈസ് ദ മേജർ ഫാറ്റി ആസിഡ് പ്രസൻറ്റ് ഇൻ ദി പാം ഓയിൽ. പാം ഓയിലിലുള്ള മേജർ ഫാറ്റി ആസിഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ B ആണ്, പാൽമിറ്റിക് ആസിഡാണ് പറഞ്ഞിരിക്കുന്നത്. 23 RM വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ B, ദ മെഷർ ഓഫ് വോളറ്റൈൽ വാട്ടർ സൊലബിൾ ഫാറ്റി ആസിഡ്സ് ആണ് അതിൻ്റെ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ഡിലീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 25 കാർബോക്സി പെപ്റ്റിഡേസ് എൻസൈം പ്രസൻറ്റ് ഇൻ. എവിടെയാണ് കാർബോക്സി പെപ്റ്റിഡേസ് പ്രസൻ്റ് ആയിട്ടുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 25 ആൻസർ ഓപ്ഷൻ B ആണ്, പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 26 ആക്റ്റീവ് കെമിക്കൽ ഫോം ഓഫ് വൈറ്റമിൻ B6 ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ D ആണ് വന്നിരിക്കുന്നത്. പിരിഡോക്സൽ 5-ഫോസ്ഫേറ്റ് ആണ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. 27 ബെസ്റ്റ് ഡയറ്ററി സോഴ്സ് ഓഫ് സിങ്ക് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ A, ഓയിസ്റ്റർ ആണ്. 28 വിച്ച് ഇസ് ദ parent substance of carnitine that transport fatty acid within mitochondria. ആൻസർ ഓപ്ഷൻ D ആണ് പറഞ്ഞിരിക്കുന്നത്, ലൈസിൻ. ആൻഡ് 29 which one of the following is not an essential amino acid. ആൻസർ ഓപ്ഷൻ B ആണ്, സെറൈൻ ആണ് ആൻസറായിട്ട് വന്നിരിക്കുന്നത്. 30 ക്വാഷിയോർക്കർ എന്ത് ഡെഫിഷ്യൻസി സിൻഡ്രോം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഡിസീസാണ്. 31 MPN എന്താണ്? MPNൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ C ആണ്, മോസ്റ്റ് പ്രോബബിൾ നമ്പറാണ് MPN. 32 ലെവനിങ് ഏജൻറ്റ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ബ്രെഡ്. ലെവനിങ് ഏജൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 32 ആൻസർ ഓപ്ഷൻ A ആണ്, ഈസ്റ്റ് ആണ്. 33 ഇക്കോളൈ എന്ത് ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 33 ആൻസർ ഓപ്ഷൻ B ആണ്, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. 34 സ്പോയിലേജ് ഓഫ് ഓയിൽ ഈസ് കോൾഡ്. ഓയിലിൻ്റെ സ്പോയിലേജിന് നമ്മൾ പറയുന്ന ഒരു പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 34 ആൻസർ ഓപ്ഷൻ C ആണ്, റാൻസിഡിറ്റി എന്നാണ് നമ്മൾ പറയുക. 35 നമ്പർ ഓഫ് ഡിഗ്രീസ് ഓഫ് സെൻറ്റിഗ്രേഡ് റിക്വയർഡ് ഫോർ എ തെർമൽ ഡെത്ത് ടൈം ടു ട്രാൻസ്ഫേഴ്സ് ത്രൂ 1 ലോഗ് സൈക്കിൾ ഈസ് കോൾഡ്. 35 ആൻസർ ഓപ്ഷൻ D ആണ്, ഇസഡ് വാല്യൂ. അത് നമുക്ക് തിരിച്ചും ചോദിക്കാം, ഇസഡ് വാല്യൂ എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യനും വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. ദെൻ 36 ഫ്ലജെല്ല എ മോട്ടൈൽ ഓർഗൻ ഓഫ് ബാക്ടീരിയ മെയ്ഡപ്പ് ഓഫ് എ പ്രോട്ടീൻ. എന്ത് പ്രോട്ടീനാണെന്ന് ചോദിച്ചിട്ട് 36 ഓപ്ഷൻ B ആണ്, ഫ്ലജെല്ലിൻ ആണ്, ഫ്ലജെല്ലിൻ. 36 ഓപ്ഷൻ B ആണ് ആൻസറായിട്ട് വരുന്നത്. ദെൻ 37 മൈക്രോ ഓർഗാനിസം റെസ്പോൺസിബിൾ ഫോർ ഫുഡ് ബോൺ ഇൽനെസ്. മൈക്രോ ഓർഗാനിസം റെസ്പോൺസിബിൾ ഫോർ ഫുഡ് ബോൺ ഇൽനെസ് ആണ്. 37 ആൻസർ ഓപ്ഷൻ C ആണ്, അതായത് Aയും Bയും, അതായത് ക്ലോസ്ട്രിഡിയം ബോട്ടുലിനവും വരും, അതുപോലെ തന്നെ ബാസിലസ് സിറിയസും വരുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ C ആണ് വന്നിരിക്കുന്നത്. ദെൻ 38 മിനിമം വാട്ടർ ആക്ടിവിറ്റി ഫോർ ഹാലോഫിലിക് ബാക്ടീരിയ. ഹാലോഫിലിക് ബാക്ടീരിയയുടെ വാട്ടർ ആക്ടിവിറ്റി വരുന്നത് 38 ഓപ്ഷൻ B ആണ്, 0.75 ആണ് നമുക്ക് ആൻസറായിട്ട് പറഞ്ഞിരിക്കുന്നത്. 39 എക്സാമ്പിൾ ഫോർ ഫിസിക്കൽ മെത്തേഡ് ഓഫ് മൈക്രോബിയൽ സ്റ്റെറിലൈസേഷൻ്റെ ഫിസിക്കൽ മെത്തേഡിനുള്ള എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 39 ബോത്ത് ഓപ്ഷൻ എയും ബിയും വരുന്നുണ്ട്, അതായത് ഹീറ്റ് ആൻഡ് റേഡിയേഷനും വരും,
അതുപോലെ തന്നെ റേഡിയേഷൻ ആൻഡ് ഫിൽട്രേഷനും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ സി ആണ് പറഞ്ഞിരിക്കുന്നത്. 40th ക്വസ്റ്റ്യൻ, അറ്റന്യൂവേറ്റഡ് വാക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ മീൻസ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ലൈവ് ഓർഗാനിസം വിത്ത് വെരി ലോ വിറുലൻസ് ആണ്